ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞു വിഷുവേലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിഷുവേലയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അധികം ദിവസങ്ങളായി, ഞാനത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വിഷുവിൻ്റെ അന്ന് നമ്മൾ വൈകുന്നേരം ഇച്ചിരി വൈകിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 6 മണിയോടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വിഷുവേലയുടെ അന്നൊക്കെ അതുപോലെ തിറയും പൂതയൊക്കെ വീട്ടിൽ കൂടെയൊക്കെ വരാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചാകുമ്പോഴത്തെ കഴിഞ്ഞ് ഇതേപോലെ അമ്പലത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തിറയും പൂതും ബാക്കിയുള്ള നമ്മുടെ സെറ്റുകളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വിഷുവേല നടക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അമ്പലപ്പാറ പഞ്ചായത്തിലെ കൊങ്ങമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ വ്യൂ പോയിന്റ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും റോട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു സെറ്റ് മുഴുവനായിട്ടുള്ള തെറയും പൂതും കളിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ മുഴുവനായിട്ടും തെറയും പൂതും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇത്രയും നേരമൊക്കെ ഞാൻ തെറയും പൂതും കണ്ടിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ വരുന്നു എന്നല്ലാതെ ഒരുപാട് നേരമൊന്നും നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കാറില്ല. ഈ ഒരു വേലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേലയുടെ അന്ന് എല്ലാ ദിവസവും മഴ പെയ്യാറുണ്ട്. ഇന്ന് വരെ ആ ഒരു ദിവസം മഴ പെയ്യാതിരുന്നിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ചൂടിന് ചെറിയൊരു ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. നമ്മുടെ പൂരങ്ങളിലെ അവസാനത്തെയാണ് കേട്ടോ ഈ മുണ്ടിയങ്കാവിലെ വിഷുവേല. നമ്മുടെ എല്ലാ പൂരങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഇതുപോലൊരു വിഷുവേലയ്ക്ക് വേണ്ടി. എന്തായാലും ഈ തെറയും പൂതൊക്കെ ഒരുപാട് നേരം റോട്ടിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു അരമണിക്കൂറൊക്കെ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേലകളൊക്കെ ഏകദേശം അമ്പലത്തിനോട് അടുക്കാറായി. നമ്മുടെ വെളിച്ചപ്പാട് അരി എറിയാൻ വേണ്ടി പോവാണ് കേട്ടോ. വേലകളെ എല്ലാവരെയും ഉള്ളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അരിയേറൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേലകൾ ഓരോരുത്തരായിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വേലകൾ ഇനിയും വരാനുണ്ട്. ഏകദേശം ഒരു 8 മണിയോടുകൂടെ അവസാനിക്കുന്ന ഒരു വേലയാണ് കേട്ടോ ഇവിടുത്തെ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ മുണ്ടിയങ്കാവിൽ പൂരം എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്തായാലും നമ്മൾ അധിക നേരം ഒന്നും നിന്നില്ല. വീട്ടിൽ വന്നതിന് ശേഷം നല്ല മട്ടൻ ബിരിയാണിയും അച്ഛൻ്റെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.